ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് തോന്നുന്നുണ്ടോ നമ്മളൊക്കെ ഒരു ക്ഷണക്കത്ത് കൊടുത്ത് നേരത്തെ ഏർപ്പാടാക്കിയാൽ നമുക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ജനങ്ങൾ ഒഴുകിയെത്തുമെന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മൾ നേരത്തെ കുറെ ആളുകളെ ഏർപ്പാടാക്കി ക്ഷണിച്ചു വെച്ചു. ഞാൻ എവിടെയാണ് മരിച്ചു വീഴുന്നതെങ്കിലും, ഞാൻ എപ്പോഴാണ് മരിച്ചു വീഴുന്നതെങ്കിലും എനിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ നിങ്ങൾ ഉണ്ടാവണോട്ടോ, ഞാനത് ഏർപ്പാടാക്കിയേക്കാണ് എന്ന് പറഞ്ഞ് ആരെ ഏർപ്പാടാക്കി വെച്ചാലും ആള് വന്നുകൊള്ളുന്നുണ്ടോ? ഇല്ല. നേരെ മറിച്ച് കല്യാണത്തിന് വരും, ബർത്ത്ഡേക്ക് വരും, മറ്റേത് ആവശ്യത്തിനും വെഡിങ് ആനിവേഴ്സറിക്ക് വരും, എല്ലാം വരും. പക്ഷേ ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാനും ദുആരക്കാനും ഖബറിന്റെ അടുത്ത് വന്ന് പൊട്ടിക്കരയാനും ഞാൻ നിങ്ങളെ ഏർപ്പാടാക്കി വന്നേക്കണോട്ടോ. നമ്മളെ അങ്ങനെയല്ലേ? അതെ, സ്വന്തം മക്കളെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിന് ആർക്കും ആരെയും ഏർപ്പാടാക്കി വെക്കാൻ പറ്റൂല. പക്ഷെ അതിന് നമുക്ക് സാധിക്കും. എങ്ങനെ? നമ്മൾ ക്ഷണിക്കുകയും വേണ്ട, പറയുകയും വേണ്ട, ആളുകൾ ഒഴുകും. ആളുകൾ ഒഴുകിയെത്തും. ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന അംഗീകാരമാണത്. ഞാനീ പറയുന്ന എന്റെ അനുഭവമാണ്. ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന അംഗീകാരമാണ്. ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ സൃഷ്ടികളിലെ ദുർബലനായ മനുഷ്യൻ മരണപ്പെടാൻ എത്ര കാരണങ്ങൾ, സങ്കടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ എത്ര കാരണങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ മനുഷ്യൻ മരണപ്പെടാൻ എത്ര കാരണങ്ങൾ മനുഷ്യൻ ചിന്തിക്കുന്നില്ല. ഉറപ്പുള്ള കാര്യമാണ് മരണം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്കു പിന്നെ എന്ത് മാറ്റ ശങ്കയൊന്നുമില്ലതിൽ. സീസറൊക്കെ പോയി, സോളമൻ പോയി, സുലൈമാൻ നബി പോയി, എല്ലാവരും ഇവരൊക്കെ വലിയ ആൾക്കാരായിരുന്നു. എന്നിട്ടെന്തേ? പുഷ്പമേ അധിക തുങ്കപദത്തിലത്ര ശോഭിച്ചിരുന്നിതൊരു രാത്രി കണക്കയേ നീ ശ്രീഭൂവില സ്ഥിര അസംശയമിന്നു നിന്റെ യാഭൂതിയങ്ങ് പുനരങ്ങ് കിടപ്പതോർത്താൽ. കുമാരനാശാൻ അദ്ദേഹത്തിന്റെ വീണപൂവ് തുടങ്ങുന്നത് എങ്ങനെയാ? പൂവിങ്ങനെ ഞെട്ടറ്റ് താഴെ വീണ് കിടക്ക. അതിന്റെ സൗന്ദര്യം നോക്കിയിട്ട് അതെടുത്ത് കൈപിടിച്ചിട്ട് ഇങ്ങനെ പറയാ, ഒരു ദിവസം എത്ര ഉയരത്തിലാണെങ്കിലും ഈ മണ്ണിലൊന്ന് വീഴേണ്ട വരും. എങ്ങനെയാ പൂവ് അതിനു മുമ്പുണ്ടായിരുന്നത്? എങ്ങനെയാണ് ആ പൂവ് അതിനു മുമ്പുണ്ടായിരുന്നത്? ഇങ്ങനെ ഇളം തെന്നൽ വരുമ്പോൾ റോസാപ്പൂവ് ആടി ആടി തത്തിക്കളിച്ചിരുന്നു. ലതയമ്പോട് ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിൽ മാട്ടി താരാട്ടാലാപമാർന്ന മലരെ ദലമർമരങ്ങൾ. കണ്ണേ മടങ്ങുക. ഒരു 19 വരി ഇങ്ങനെ താഴേക്ക് വന്നു കഴിയുമ്പോൾ കരഞ്ഞു മലിഞ്ഞു മാസു മണ്ണാകുമി. ഈ മാസും മണ്ണാവാനുള്ളതാണ്. എത്രയാ ചിന്തിക്കാനുള്ളത്. മരിച്ചു പോകുന്ന കാരണങ്ങൾ എത്രേ. പൊതുസമൂഹത്തിന്റെ സ്നേഹം പിടിച്ചു പറ്റണം, ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കണം, ചുറ്റുപാടിൽ ഒരു മുഅ്മിനിന്റെ വെളിച്ചം വിതരണം, ആളുകൾ നല്ലത് പറയണം, നല്ലത് പറയുന്ന മരണമുണ്ടാവണം. മരിച്ചാൽ ജനങ്ങൾ നല്ലത് പറയണം അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ദുആ ഇറക്കണം. ആ ഒരു ദുആ എന്ന് പഠിക്കേണ്ടത്. അല്ലാഹുവേ, ഞാൻ മരിച്ചാൽ ജനങ്ങൾ എന്നെ പറ്റി നല്ലത് പറയണം, നിന്റെ മലക്കുകൾ അത് ഏറ്റു പറയണം അല്ലാ. ഇന്ന് മുതൽ നമ്മുടെ ദുആ എങ്ങനെയാവണം? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ, എന്നെ കുറിച്ച് നല്ലത് മാത്രം പറയാൻ ജനങ്ങളുടെ നാവിന് പറ്റണം.
അല്ലാഹുവേ അതിനുള്ള പുണ്യം എനിക്ക് വേണം. എന്റെ പ്രിയമുള്ളവരെ ചിന്തിക്കണേ, പൊതുസമൂഹത്തിന്റെ സ്നേഹമല്ല അള്ളാഹുവിന്റെ മുന്നിൽ ഒരു അംഗീകാരം. അയാളാരാ? അയാളൊരു കല്യാണം മുടക്കി. അയാളാരാ? അയാൾ ഒരു വൃത്തികെട്ടവൻ. ഈ മഹലിൽ അങ്ങനത്തെ ഒരാളില്ല. അയാളാരാ? അയാൾ ഒന്നിനും കൂടാത്തൊരു പ്രത്യേക ടൈപ്പ്. ഇങ്ങനെയൊക്കെ പറയണ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് നമ്മളെ പറ്റി ആവരുത്. അയാളാരാ? പറഞ്ഞു 3 മണിക്ക് പള്ളിയിൽ വന്നു. 3 മണിക്ക് പള്ളിയിൽ വന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുബ്ഹി വരെ ഖുർആൻ ഓതി. വാങ്ക് വിളി അത് എന്റെ അവകാശം എന്ന പോലെ. ഉസ്താദ് വാങ്ങ് കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. എന്റെ വാപ്പാടെ മരണം എന്നത് പഠിപ്പിച്ചു. ഞാനീ പറയുന്ന എന്റെ അനുഭവമാണ്. സുബ്ഹി നിസ്കാരവും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ കൃത്യമായി 40ഓളം ഔലിയാക്കളുടെ പേരിൽ ഫാത്തിഹയും സൂറത്തുകളും ഓതി ദുആ ഇറക്കാറുണ്ട്. അതും ചൊല്ലി. ഇതൊരു പതിവ് ശീലമാണ്. ഉളുഓടുകൂടെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. അത് പറമ്പിലേക്കാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെ കാലങ്ങളോളം ഉണ്ടായാൽ അള്ളാഹുവിന്റെ ഹബീബ് പോയ 63 വയസ്സ് അള്ളാഹു കൊടുക്കും. 63 വയസ്സ് റസൂലുള്ളാഹിയുടെ പ്രായം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം, ഒരുപാട് മഹാന്മാരുടെ പ്രായം. പുണ്യ മുഹറം അള്ളാഹു ആദരിച്ച മാസം. ഖുർആൻ അങ്ങനെ പറഞ്ഞു. വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ പ്രപഞ്ചം കണ്ട ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസം. ഖൈറു യൗമിൻ തലഅത അലൈഹി ശംസു യൗമുൽ ജുമുഅ. മുഅ്മിനീങ്ങൾ ദുആ ഇറക്കാൻ അന്നത്തെ ദിവസം മരിക്കാൻ. ഖബറിലേക്ക് മയ്യിത്ത് വെച്ചത് മഗ്രിബിന്റെ മുമ്പ് അസറിന് ശേഷം ആദം നബി വഫാത്തായ സമയം. വെള്ളിയാഴ്ചയുടെ ആനുകൂല്യങ്ങളിലെത്താൻ, ഇങ്ങനെ ഒരു മരണത്തിലേക്ക് ഒരു മനുഷ്യന് എത്താൻ കഴിയണമെങ്കിൽ ജീവിതത്തിൽ നന്മകൾ വേണം. അപ്പോഴാണ് ആഖിബത്ത് നന്നാവാ. ഇന്ന് മുതൽ നമ്മുടെ ദുആ ഇങ്ങനെ: അല്ലാഹുവേ, ഞാൻ മരിച്ചാൽ എന്നെ കുറിച്ച് ജനങ്ങൾ നല്ലത് പറയണം, എനിക്ക് വേണ്ടി 1000 ദുആ ഇറക്കണം, അതിനുള്ള നന്മ പുണ്യം എന്റെ ജീവിതത്തിൽ വേണം, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ ദ്വാരന്നേ പറ്റും. അങ്ങനെ ഒരു ദുആ ജീവിതത്തിലെ ഏറ്റവും നല്ല ദുആയാണത്, ഏറ്റവും വലിയ ദുആ. ഈ ദുആ ഇല്ലെങ്കിൽ ആഖിബത്ത് നന്നാവൂല. എന്തുകൊണ്ട്? ഇങ്ങനെ ദുആ എന്ന ഒരു മഹാന്റെ പേര് ഞാൻ പറയാം. സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം. ഇങ്ങനെ ദുആ എന്ന മറ്റൊരു മഹാനാണ് മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെ ദുആ എന്നൊരു മഹാനാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെ ദുആ എന്ന മറ്റൊരു മഹാനാണ് സയ്യിദുനാ ഹാറൂൻ നബി അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെ ദുആ എന്ന മഹാനാണ് സയ്യിദുനാ ഇല്യാസ് നബി അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ. സൂറത്ത് സാഫാത്തിന്റെ ആയത്തുകളിൽ കാണാം. സൂറത്ത് സാഫാത്തിന്റെ ആയത്തുകൾ യഥാക്രമം 78, 79, 119, 120, 129, 130. എങ്ങനെ ദ്വാരക്കണമെന്ന് പറയാം. അല്ലാഹുവേ, ഞാൻ മരിച്ചാൽ 4 ആള് എന്നെ കുറിച്ച് നല്ലത് പറയണേ, എനിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ ആളുകൾ ഉണ്ടാവണേ. ആളുകൾ നല്ലത് പറഞ്ഞ എന്തപ്പോ ഗുണം? മലക്കുകൾ ഏറ്റു പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. സൂറത്തുൽ ബഖറ 281. പേടിക്കണം, ഒരു ദിവസമുണ്ട്. സൂക്ഷിക്കണം, ഒരു ദിവസമുണ്ട്. ഒറ്റ ദിവസമുള്ളൂ. എല്ലാവർക്കും അങ്ങനെ ഒരു ദിവസമുണ്ട്. അങ്ങനത്തെ ഒരു ദിവസമില്ലാത്ത ഒരാളുമില്ല. അങ്ങനെ ഒരു ദിവസമുണ്ട്, അതെനിക്കുണ്ട്. അന്ന് എന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും അതുപോലെ പ്രവർത്തിക്കുന്ന പോലെ ഒരിക്കലും മുമ്പും പ്രവർത്തിച്ചിട്ടില്ല. അന്ന് എന്റെ ശരീരത്തിൽ വരുന്ന ആ വിയർപ്പ് പോലെ വേറൊരിക്കലും അതുപോലത്തെ വിയർപ്പ് വന്നിട്ടില്ല. അന്ന് എന്റെ ശരീരം ഉണർന്ന പോലെ
അന്നെന്റെ ശരീരം പുളഞ്ഞ പോലെ ഒരിക്കലും പുളയൂല. അങ്ങനത്തെ ഒരു ദിവസം പേടിക്കണമെന്ന് ഖുർആൻ. തുർജഊന ഫീഹി ഇലല്ലാഹ്, അന്നാണ് അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്നത്. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ആ ദിവസശേഷമാണ് ചെയ്തതിന്റെ കൂലിയും ശിക്ഷയും പൂർത്തീകരിക്കപ്പെടാ. വഹും ലാ യുളമൂൻ, അന്ന് അവിടെ നീതിയാണ് നടപ്പാക്കപ്പെടാ. അങ്ങനെ ഒരു ദിവസമുണ്ട്, എല്ലാവരും സൂക്ഷിച്ചു. ആ ദിവസം എന്നെ പറ്റി ഞാൻ ക്ഷണിക്കാതെ എന്റെ വീട്ടിലേക്ക് ഒഴുകണം. അള്ളാഹു ആദരിച്ച ഉലമാക്കളും സദാത്യങ്ങളും നമുക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ നമുക്ക് വേണ്ടി നമ്മൾ ദ്വാരം വെക്കണം. അള്ളാഹുവോട് ചോദിക്കണം, പഠിച്ചോനെ ഞാനങ്ങ് മരിച്ച 4 ആള് നല്ലത് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അങ്ങനെ ഒരു ആയത്ത് നമുക്ക് പരിചയമുണ്ടല്ലോ. എന്താ പറഞ്ഞത്? അല്ലാഹു നമ്മൾ മുമ്പ് ചെയ്തു വെച്ചതിനെ നമ്മുടെ മരണശേഷം റബ്ബ് നമ്മുടെ മുന്നിൽ തരും. വആഥാറഹും വനക്തുബു മാ ഖദ്ദമു വആഥാറഹും, മുമ്പ് ചെയ്തു വെച്ചത് ശേഷം അല്ലാഹു തരും. സ്വർഗ്ഗം എങ്ങനെയാ? മുമ്പ് ചെയ്തു വെച്ചത് ശേഷം അല്ലാഹു തന്നതാ. ഉള്ളൂര് പാടിയിലോ, നമുക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം, നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നാഗം സ്വർഗം, നാഗം പാമ്പ്, നാഗം സ്വർഗം. നമുക്ക് നാഗം പണിയുന്നത് നമ്മൾ തന്നെയാണ്. സ്വർഗത്തിന്റെ പര്യായത് നരകവും അതുപോലെ തന്നെ. നേരത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. അല്ലാഹു തരട്ടെ. നല്ലത് ചെയ്താൽ അത് കോഴിക്ക് ഗോതമ്പിട്ട് കൊടുത്തതാണ്. ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. സ്വഹീഹുൽ ബുഖാരി. എന്തേ കാരണം? വ്യഭിചാരം കഴിഞ്ഞു വരുന്ന വ്യഭിചാരിണിയായ പെണ്ണ്, വേശ്യാവൃത്തി ജീവിതമാർഗമാക്കിയ പെണ്ണ്, കിണറിന്റെ ചുറ്റും ഒരു നായ മണ്ണിൽ നാവുരുമ്മി ഓടി നടക്കുന്ന കിതക്കുന്ന കാഴ്ച കണ്ടപ്പോൾ കാലിലെ ഹുഫ അഴിച്ച് ചുരിദാറിന്റെ ഷാളിൽ ബന്ധിച്ച് കിണറിലെ വെള്ളം കോരി കൊടുത്ത പെണ്ണ് സ്വർഗത്തിൽ. ഖാല റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി. എന്തുകൊണ്ട്? ഒരു ജീവിയോട് കരുണ ചെയ്തു. ഇബാദത്തുള്ള പെണ്ണ് നരകത്തിൽ. എന്തേ? പൂച്ചയെ കെട്ടിയിട്ടു, അത് പട്ടിണി കിടന്നതിന്റെ പേരിൽ. ഖാല റസൂലുള്ളാഹി. നല്ലത് ചെയ്യാ, നല്ലത് പറയാ, നല്ലോണം ജീവിക്കാ, എന്നിട്ട് അള്ളാഹുവിനോട് മരിച്ചാലും ആളുകൾ നല്ലത് പറയാനുള്ള തൗഫീഖും ചോദിക്കാ. അപ്പം രക്ഷപ്പെട്ടു. പുതിയ മാളിയേക്കൽ അഹമ്മദ് പൂക്കയ എന്നവരെ കാണാൻ വേണ്ടി പാതിരാവിലെ ആളുകൾ വന്നു. ആളാരെന്ന് മനസ്സിലായില്ലേ? പുതിയ മാളിയേക്കൽ അഹമ്മദ് പൂക്കോയ, PMS പൂക്കോയ തങ്ങള്, ഷിഹാബങ്ങളുടെ വാപ്പ. പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങള്, PMS പൂക്കോയ തങ്ങളെ കാണാൻ ആള് വന്നു. ആളുകൾ വന്നപ്പോ തങ്ങളവറുകള് അപ്പങ്ങ് വന്നിട്ട് വീട്ടിലേക്ക് കയറിയിട്ടുള്ളൂ. ഒന്ന് കിടന്ന് എണീറ്റാൽ ആ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂ. തഹജ്ജുദിന് എണീറ്റ് വന്നപ്പോ ആളുകൾ മുറ്റം നിറയെ. ചോദിച്ചു, എന്തേ പോകുന്നത്? കടലിൽ മീനില്ല, അങ്ങ് ദ്വാരക്കണം. നിങ്ങൾ വന്നിട്ട് കുറെ നേരമായോ? ദ്വാരക്കാം. കുറച്ചേരായി. തങ്ങൾ അങ്ങോട്ട് കേറുമ്പോഴേ ഞങ്ങൾ പറഞ്ഞു. എന്നിട്ട് എന്താ വിളിക്കായിരുന്നു? വേണ്ടെന്ന് വെച്ചു. തങ്ങളൊന്ന് കിടന്നോട്ടെ നോർത്ത് സ്നേഹത്തോടുകൂടി പറഞ്ഞു. എന്നാ ഇനി പുതിയ മാളിയേക്കൽ അഹമ്മദ് പൂക്കോയ പെരക്കാത്തുറങ്ങൂല. ഉമ്മറത്ത് ഉത്തരത്തിൽ ചുരുട്ടി വെച്ച ആ പുൽപ്പായ താഴങ്ങട്ട് വിരിച്ചിട്ട് പറഞ്ഞു, ഇനി എന്റെ കിടപ്പ് മരണം വരെ സേവനമായിരുന്നു. എവിടെ? തങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 2 ആള് കക്കാൻ പോയി. എവിടെ? മനസ്സിലായില്ല. ശാപങ്ങളുടെ വാപ്പാടെ കഥയെ പറഞ്ഞു. 2 കള്ളന്മാര് വന്നു. PMS പൂക്കോയ തങ്ങളുള്ള കാലത്ത് കള്ളന്മാര് 2 ആള് വന്നിട്ട് മച്ചന്റെ മുകളിൽ കയറി കൂടി. തങ്ങളുടെ വീട്ടിൽ നിന്നാ ഇന്ന് കക്കണത്. 2 കള്ളന്മാരുണ്ട്. സമാധാനായിട്ട് കക്ക. എവിടെ?
അവരവിടെ വലിയ സന്തോഷത്തിലായിരുന്നു. തങ്ങളുടെ വീട്ടിൽ നിന്ന് മോഷണം നടത്തുന്നത് സമാധാനമുള്ളൊരു മോഷണ. സമാധാനം ഉണ്ടായതിന്റെ പേരിൽ എന്ത്, ഒരു അല്പം രാത്രിയാണല്ലോ ഈ പരിപാടി, മോഷണം, ഒന്ന് കടന്നു ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോ തങ്ങളവർക്ക് ഇന്നലെ രാത്രി ആരോ തട്ടിന്റെ മുകളിൽ വന്ന് കൂടി എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ചായ കൊണ്ടുവരുന്ന ഖാദിമിനോട് പറഞ്ഞു, 2 ചായ അച്ഛന്റെ മുകളിലേക്ക് പോട്ടെ, അവിടെ 2 ആൾക്കാരുണ്ട് എന്നാ. അങ്ങനെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ മനുഷ്യന്മാര് ജീവിച്ചപ്പോൾ വെളിച്ചമായിരുന്നു. മനുഷ്യന്മാര് ജീവിച്ചപ്പോൾ മരണശേഷം അവരെ കുറിച്ച് നല്ലത് പറയും. മരണത്തിന് മുമ്പ് നല്ലത് ചെയ്തു വെക്കണേ. മുഅ്മിനീങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം, അതിനായി പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനെ കുറിച്ച് പറയാ തന്റെ സമൂഹത്തില്. വിഗ്രഹാരാധന ഉള്ളവരോട് പറയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ വഇദാ മരിദ്തു ഫഹുവ യസ്ഫീൻ വല്ലദീ യുമീതുനീ വയുഹീൻ والذي يطمع أن يغفر لي خطيئتي يوم الدين رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين. അള്ളാഹിനെ കുറിച്ച് പറയാ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. ആരാണ് അള്ളാഹ് എന്നറിയോ? അല്ലദീ ഖലഖനീ വഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ച് നല്ല വഴിക്ക് നടത്തിയവൻ എൻ്റെ അള്ളാഹ്. എനിക്ക് തിന്നാനും കുടിക്കാനും തരുന്നത് എന്റെ റബ്ബാ. എനിക്ക് രോഗം വരുമ്പോൾ ശിഫയാക്കുന്നവൻ എന്റെ റബ്ബാ. എന്റെ റബ്ബാണ് മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും. വല്ലതേ എന്റെ റബ്ബ് ആരാണെന്നറിയോ? എന്റെ ഒരു പ്രതീക്ഷയാ എന്റെ റബ്ബ്, അവൻ എനിക്ക് പൊറുക്കുമെന്നതാ എന്റെ പ്രതീക്ഷ. എന്റെ റബ്ബ് എനിക്ക് പൊറുത്തു തരുമേ. എന്റെ റബ്ബ് അങ്ങനെ, എന്റെ കോൺസെപ്റ്റ് അങ്ങനെയാണ്. റബ്ബി ഹബ്ലി, അല്ലാഹുവേ നിന്നെ കുറിച്ച് ഞാൻ പറഞ്ഞോടത്ത് ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ എനിക്ക് തരണം തമ്പുരാനെ. നിന്റെ ദീന വിധിക്കാനും നടപ്പാക്കാനുമുള്ള ത്രാണി തരണേ. വഅൽഹഖനി ബിസ്സാലിഹീൻ, ഞാൻ സ്വാലിഹല്ലേലും സ്വാലിഹീങ്ങളിലേക്ക് എന്നെ ചേർക്കണേ അല്ലാഹ്. സയ്യിദുനാ ഇബ്രാഹിം. ഇനി കേട്ടോളൂ അടുത്ത ദുആ, വജഅൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. ഞാൻ മരിച്ചാൽ എന്റെ ശേഷം ജീവിക്കുന്ന ആളുകൾ പറയണം, ഇബ്രാഹിം നബി നല്ല മനുഷ്യനായിരുന്നുവെന്ന്. 4 ആള് എന്നെ കുറിച്ച് എന്റെ മരണശേഷം നല്ലത് പറയണം അല്ലാഹ്. സയ്യിദുനാ ഇബ്രാഹിം. സൂറത്ത് ശുഅറയുടെ ആയത്തുകളായി ഓതിയത്. അപ്പം മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പറ്റി 4 ആള് നല്ലത് പറയാൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദ്വാരക്കണം. ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. എന്താ ദുആ? പടച്ചോനെ, ഞാൻ മരിച്ച എന്റെ ശേഷം ലിസാനു സിദ്ഖ് ജനങ്ങളിൽ നൽകണം. അതായത് ഞാൻ മരിച്ച 4 ആള് നല്ലത് പറയണം. ഇബ്രാഹിം നബിനെ പറ്റി അള്ളാഹു പറഞ്ഞത് അത് ഞാൻ സ്വീകരിച്ചു നബിയെ. അങ്ങ് മരിച്ച ആളുകൾ നല്ലത് പറയും, നല്ലത് പറയും. സൂറത്ത് സാഫാത്ത് ഈ ആയത്തുകളുടെ മറുപടിയായി അവതരിച്ചതാ. ഈ ആയത്തുകളുടെ മറുപടി നമുക്ക് അവിടെ കാണാം. മിനാ താഴ്വരയിൽ വെച്ചുകൊണ്ട് മകനെ അറുക്കുന്ന രംഗമുണ്ട്. പുണ്യമായ മണ്ണാണ് മിന, അതുല്യമായ മുഹൂർത്തമാണ് മകനാറുക്കല്. ആ സമയത്ത് അള്ളാഹു അറിയിച്ചു ഇബ്രാഹിം നബിയെ, മകനെ അറുക്കാൻ അള്ളാഹുവിന്റെ പരീക്ഷണം വന്നപ്പോ അങ്ങ് അതിൽ വിജയിച്ചതിന്റെ കൂടെ വിജയിച്ചു എന്ന പദവിയും അതോടൊപ്പം തന്നെ അന്ന് ദ്വാരെന്ന് വെച്ചതിന്റെ പദവി ഇപ്പൊ തന്നേക്കാം. وَنَادَيْنَاهُ يَا إِبْرَاهِيمُ قَدْ صَدَّقْتَ الرُّؤْيَا إِنَّا كَذَلِكَ نَجْزِي الْمُحْسِنِينَ إِنَّ هَذَا لَهُوَ الْبَلَاءُ الْمُبِينُ وَفَدَيْنَاهُ بِذِبْحٍ عَظِيمٍ وَتَرَكْنَا عَلَيْهِ فِي الْآخِرِينَ. ഇബ്രാഹിം നബിക്ക്
മരണശേഷം 4 ആള് നല്ലത് പറയുന്ന പദവി നാം നൽകി. വതറക്നാ അലൈഹി, ഇബ്രാഹിം നബിക്ക് നാം തിരുശേഷിപ്പായി വെച്ചു. ഫിൽ ആഖിരീൻ, പിൻകാമികളിൽ ഐസനാഅൻ ഹസന, നല്ല വാചകങ്ങൾ. ഇബ്രാഹിം നബി മക്കളെ പഠിപ്പിച്ചു, മക്കളെ ദ്വാരക്കണോട്ടോ, എന്ത് മരിക്കുമ്പോ 4 ആള് നല്ലത് പറയണം, ആള് കൂടണം, അതിനുവേണ്ടി ദ്വാരക്കണോട്ടോ. മക്കളും ദ്വാരന്നു, അവർക്കും കിട്ടി. ആരാ മക്കള്? മക്കളെ പഠിപ്പിച്ചു. ويعقوب ووهبنا له إسحاق ويعقوب وكلا جعلنا نبيا. മക്കളെ പഠിപ്പിച്ചു. ووهبنا لهم من رحمتنا, അവരും ദുആയിരുന്നു, അല്ലാഹു കൊടുത്തു. വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയാ, മരിച്ചാൽ 4 ആള് നല്ലത് പറയുന്ന പദവി ഇബ്രാഹിം നബിയുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അല്ലാഹു നൽകി. അമ്പിയാക്കൾ പോലും ഇത് ദുആയിരുന്നു. നേരത്തെ പറഞ്ഞു, മറ്റു പല നബിമാരും ഇത് ദുആയിരുന്നു. ഈ ദുആ പഠിച്ചു പോണം. പഠിച്ചോനെ, ഞാൻ മരിച്ചാൽ 4 ആള് എനിക്ക് വേണ്ടി നല്ലത് പറയണം, ആത്മാർത്ഥമായി ദ്വാരക്കണം. അങ്ങനത്തെ ഒരു മനുഷ്യനായി എനിക്ക് മരിക്കണം. അതിനു വേണ്ട ചുറ്റുപാടുകളെ നേരത്തെ പറഞ്ഞ് ജീവികളോട് കരുണ ചെയ്യുക, ആളുകൾക്ക് നല്ലത് ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരു ചൊല്ലുണ്ട്, കുടത്തിന്റെ വായ കെട്ടാം, പക്ഷെ 1000 കുടത്തിന്റെ വായ കെട്ടാം. പുതിയ തലമുറ കുടത്തിന്റെ വായ കെട്ടാന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. കാരണം അവര് കുടം വായ കെട്ടുന്ന ഒരു ചുറ്റുപാട് അവർ കണ്ടിട്ടില്ല. 1000 കുടത്തിന്റെ വായ കെട്ടാം, പക്ഷേ ഒരു മനുഷ്യന്റെ വായ കെട്ടാൻ നമുക്ക് കഴിയൂല. പക്ഷേ ഇത്രയും പറഞ്ഞതിന് മനസ്സിലാക്കണം, മനുഷ്യന്റെ വായ കെട്ടാൻ കഴിയണം. അതിനുള്ള പണിയെടുക്കണം. ഞാൻ അവസാനിപ്പിക്കട്ടെ, കുറെ നേരമായി തോന്നുന്നു അല്ലേ? അവസാനിപ്പിക്കട്ടെ, 10 മിനിറ്റ്. അതിനുള്ള പണിയെടുക്കണം. ജനങ്ങൾ നല്ലത് പറയാൻ ഒരു ഹദീസ് പറയാ. മഹാനായ അസ്വദ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖനാണ്. മഹാനവറുകൾ പറയാണ്, ഞാൻ ഒരിക്കൽ മദീനയിലേക്ക് കടന്നു ചെന്നു. സ്വഹീഹുൽ ബുഖാരി, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടമാണ്. മദീനയിൽ അന്നൊരു പകർച്ചവ്യാധിയുണ്ട്, ജനങ്ങൾ വേഗം മരിക്കാണ്. ഞാൻ അവിടെ ഇരിക്കെ മയ്യിത്തുകൾ കൊണ്ടുവരപ്പെടുന്നു. ഒരു ജനാസകനെ കൊണ്ടുവരാ. ആ ജനാസയെ പറ്റി, ജനാസതാരുടേതാ, ഇന്നാളുടെ ജനാസ വരുന്നപ്പോ ജനങ്ങൾ ഇങ്ങനെ പെറുപെറുക്കാൻ തുടങ്ങി. എല്ലാവരും നല്ലതാണ് അയാളെ പറ്റി പറയുന്നത്. ആ സമയം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടു, ജനങ്ങൾ ആ ജനാസയെ കുറിച്ച് നല്ലത് പറയുന്നത്. ഉമർ ഉടനെ പറഞ്ഞു, വജബത്, നിർബന്ധമായി. സ്വഹീഹുൽ ബുഖാരി. അസ്വദ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ഉമറുമായി നല്ല ബന്ധമാ. താബിഈങ്ങളിൽ പ്രമുഖൻ, പ്രധാനി, വലിയ താബിഈയാണ്. താബിഈൻ കബീർ എന്നാണ് ശരീഹീങ്ങൾ പറയുന്നത് മഹാനവറുകളെ പറ്റി. അസ്വദ് പറയാണ്, കുറച്ചു കഴിഞ്ഞപ്പോ 2ാമതൊരു മയ്യിത്ത് വന്നു. ആ മയ്യിത്തിനെ പറ്റിയും ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. നല്ലതേ പറയുന്നത്, അതും ഖലീഫ കേട്ടു. ഉടനെ ഉമർ പറഞ്ഞു, വജബത്ത്, നിർബന്ധമായി. ആദ്യം കൊണ്ടുവന്നപ്പോഴും പറഞ്ഞു നിർബന്ധമായിന്ന്, ഇപ്പോഴും പറഞ്ഞു നിർബന്ധമായിന്ന്. എന്താന്ന് പറഞ്ഞില്ല. 3ാമതൊരു മയ്യിത്ത് വന്നപ്പോൾ ആളുകൾ മുഖത്തോട് മുഖം നോക്കി. ആരുടേത്? ഇന്നാളുടേത്. ജനങ്ങൾ പിറുപിറുത്ത്, അയാള് പോരാ, അയാളെ പറ്റി മോശം പറയാൻ തുടങ്ങി. അപ്പോഴും ഉമർ പറഞ്ഞു, വജബത്ത്. 3 ഒരുപോലെ പറഞ്ഞു, നിർബന്ധമായി. തിരക്കൊഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഫഖുൽതു വമാ വജബത്ത് യാ അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീനെ നിർബന്ധമായി എന്ന് 3 മയ്യിത്തുകൾ വന്നപ്പോഴും അങ്ങ് പറഞ്ഞു. ആദ്യത്തെ 2 മയ്യിത്ത് നല്ല സ്തുതിച്ച് പറഞ്ഞ വാചകങ്ങളുടെ ഉടമയ. 3ാമത്തെ മയ്യിത്ത് ജനങ്ങൾ മോശം പറഞ്ഞ മയ്യിത്ത്. ആ 3നും നിർബന്ധമായി എന്ന ഒരൊറ്റ ശൈലിയ അങ്ങ് പറഞ്ഞത്. ഉമർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി, എന്റെ വക പറഞ്ഞതല്ല അസ്വദേ.
ഫഖുൽതു കമാ ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് അന്ന് പറഞ്ഞതുപോലെയാ ഇന്ന് ഞാൻ പറഞ്ഞതെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്. അയ്യുമാ മുസ്ലിമിൻ ശഹീദ ലഹു അർബഅത്തുൻ ബിഖൈരിൻ. അർബഅത്ത് എത്ര? 4. വാഹിദ് ഇദ്നാനി സലാസ അർബഅ. 4 ആള് നല്ലത് പറയട്ടെ എന്ന് പറഞ്ഞ വെറുതെ അല്ല, ഹദീസിൽ അങ്ങനെയാ. ഒരാള് മരിച്ച ഒരു മുസ്ലിം 4 പേര് അയാൾക്ക് ഖൈർ കൊണ്ട് സാക്ഷി പറഞ്ഞാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അയാളെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കടത്തും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അന്ന് പറഞ്ഞതാ. അന്ന് ഞങ്ങൾ സ്വഹാബികൾ ചോദിച്ചു, സ്വാഭാവികമായും യാദൃച്ഛികമായും ഒരു മയ്യത്തിനെ കുറിച്ച് 3 ആളാണ് നല്ലത് പറഞ്ഞത് നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു 3 പേര് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു, ഉമർ മരിച്ചാൽ 3 ആള് നല്ലത് പറയാനില്ല, വസ്നാനി യാ റസൂലല്ലാഹ്, 2 പേരാണ് ഉമർ നല്ല ആളായിരുന്നു എന്ന് പറയാനുള്ളത്. 2 ആളാ ഉള്ളത്, ഉമർ നല്ലവനാണെന്ന് പറയാൻ കിട്ടോ നബിയേ? വസ്നാനി, 2 പേര് പറഞ്ഞാലും മതി ഉമറേ. ثم لم نسأله عن الواحد, ഒരാളെ പറയാനുള്ളൂ എന്ന് ഞങ്ങൾ അന്ന് ചോദിച്ചില്ല. കാരണം ഉമർ തന്നെ കുറിച്ച് നല്ലത് പറയാൻ ആളെണ്ണം കുറവാണെന്ന് നബിയുടെ മുന്നിൽ പറഞ്ഞാൽ റസൂലുള്ളാഹി മനസ്സിലാക്കുന്നതിൽ നാണിച്ചുകൊണ്ട് പറഞ്ഞില്ല. ഫതഹുൽ ബാരി രേഖപ്പെടുത്തുന്നു, ഫീഹി ഈമാഉൻ ഇലൽ ഇക്തിഫാഇ ബിത്തസ്കിയത്തി ബിവാഹിദിൻ, ഒരാൾ നല്ലത് പറഞ്ഞാലും മതി, പറയേണ്ടവൻ പറഞ്ഞാൽ മതി. അത് അയൽവാസി പറയട്ടെ, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ, അത് അയൽവക്കത്തെന്ന് പറയട്ടെ. അത്തിപ്പറ്റ ഉസ്താദ് വഫാത്തായപ്പോ അയൽവക്കക്കാരറിഞ്ഞു, കൂടുതലും പറഞ്ഞു. ഒരു മുജാഹിദ് പ്രവർത്തകൻ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ ജീവിച്ച സ്വഹാബിയ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയാം, അയാളെ കൊണ്ടും പറയിപ്പിച്ചു. 4 ആള് നല്ലത് പറഞ്ഞു. ഒരാൾ പറഞ്ഞാലും മതി എന്ന് റസൂലുള്ളാഹി പറയുമായിരുന്നു. പക്ഷെ ആ ഒരാള് പറയേണ്ട ആളാവണം, അത് അയൽവാസിയാവണം. അയൽവാസി പറഞ്ഞാൽ മതി, അയൽവാസി പറഞ്ഞാൽ അത് മതി. എന്താ കാര്യം എന്നറിയോ? ഫത്ഹുൽ ബാരി ഹദീസ് പറയുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി മലായികതൻ, അല്ലാഹുവിന് ഒരു വിഭാഗം മലക്കുകളുണ്ട്, മരിച്ചോടത്ത മലക്കുകളുള്ളത്. തൻതിഖു അലാ അൽസിനതി ബനി ആദമ ബിമാ ഫിൽ മർഇ മിനൽ ഖൈരി വശ്ശരി, ജനങ്ങൾ നല്ലത് പറയുന്നോടത്ത മലക്കുകൾ ഏറ്റു പറയും. അങ്ങനത്തെ ഒരു വിഭാഗം മലക്കുകൾ ആ മരിച്ചോടത്തുണ്ടാവുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ പറ്റി നല്ലത് പറയാൻ ആളുകൾ ഉണ്ടാവണം, ആളുകളുടെ നാമം അങ്ങനെ വരുന്നോടത്ത് നമ്മൾ എത്തണം. അള്ളാഹുവോട് ദ്വാരക്കണം. മലയാളത്തിൽ ദ്വാരുന്ന മതി, പഠിച്ചോനെ ഞാൻ മരിച്ച ആളുകൾ നല്ലത് പറയണേ. ഒരു ഹദീസിൽ കൃത്യമായി പറഞ്ഞു അയൽവാസി പറയണമെന്ന്. അനസ് ഇബ്നു മാലിക് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യമൂതു ഫയശ്ഹദു ലഹു അർബഅതു മിൻ ജീറാനിഹി അൽ അദ്നൈന, അയൽവക്കത്തെ ഏറ്റവും അടുത്ത 4 വീട്ടുകാർ പറഞ്ഞാൽ മതി, അന്നഹും ലാ യഅലമൂന മിൻഹു ഇല്ലാ ഖൈറ, മൂപ്പര് നല്ലതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല, നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മതി. ഇല്ലാ ഖാലല്ലാഹു തആല ഖദ് ഖബൽതു ഖൗലകും വഗഫർതു ലഹു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും തിന്മ അയാൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വാചകങ്ങളെ കണക്കിലെടുത്ത് ഞാൻ അയാൾക്ക് പൊറുക്കുമെന്ന് അല്ലാഹു പറയുമത്രേ. ഖാല റസൂലുള്ളാഹി. ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് 4 ആള് നല്ലത് പറയണം. അവസാനിപ്പിക്കാം. മഹാനായ മൻസൂർ ഇബ്നു സക്കി റളിയല്ലാഹു അൻഹു, വലിയ മഹാൻ മരണപ്പെട്ടു. ചുരുക്കി പറയാം, മഹാനവരുകളെ മരണശേഷം മകൻ സ്വപ്നം കണ്ടു. ഭീതിജനകമായ അവസ്ഥയിലായിരുന്നു. വാപ്പ മകനോട് പറയാൻ, മോനെ ആശ്വാസമുണ്ട്, ഇപ്പൊ ഞാൻ നല്ല സന്തോഷത്തിലാണ്. എന്താ വാപ്പ, എന്ത് സംഭവിച്ചു? മോനെ, ഞാൻ ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ പതറിപ്പോയ മനുഷ്യനാ. 70 വയസ്സ് വരെ ജീവിച്ച മൻസൂർ ഇബ്നു സക്കി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ വന്നുകൊണ്ട് മകനോട് പറയാണ്, അല്ലാഹു എന്നോട് ചോദിച്ചു മോനെ. അല്ലാഹുവിന്റെ ചോദ്യം എന്താണ്? 70 വയസ്സ് ജീവിച്ച മൻസൂർ ഇബ്നു സക്കി എന്നവരെ അങ്ങ് ചെയ്ത അമലുകളെ കുറിച്ച് വല്ല ധാരണയുമുണ്ടോ? ഞാൻ പറഞ്ഞു, അല്ലാ, 70 വയസ്സിൽ ഞാൻ 30 കൊല്ലം ഹജ്ജിന് പോയ ആളാ.
30 ഹജ്ജ് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. 60 വയസ്സ് ഞാൻ നോമ്പ് മുടങ്ങാത്തവൻ, അതായത് 10 വയസ്സിൽ നോമ്പ് തുടങ്ങിയിട്ട് ഞാൻ മുടങ്ങിയിട്ടില്ല. അല്ലാഹുവേ, നോമ്പുള്ള എല്ലാ പകലിന്റെ രാവുകളിലും ഞാൻ ഹയാത്താക്കിയവനാണ്. 40,000 ദീനാറാണ് ഞാൻ എന്റെ മരണത്തിന് മുന്നേ സ്വതക്കയായി ചെയ്തു വെച്ചതല്ലാ. അല്ലാഹു പറഞ്ഞു, പിന്നെന്താ ഉള്ളത്? അല്ലാഹുവേ, 40 വട്ടം ഞാൻ ജിഹാദ് ചെയ്തു. റബ്ബ് പറഞ്ഞു, ഇതൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല, ഇതൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. മൻസൂർ ഇബ്നു സക്കിയിനോട് അല്ലാഹു പറയാ, ഇതൊക്കെ ഞാൻ സ്വീകരിക്കാൻ എന്റെ ഉള്ളിൽ അലിവ് തോന്നാനുണ്ടായ കാരണം ഞാൻ സ്വീകരിച്ച മറ്റൊരു അമലാണ് മൻസൂർ ഇബ്നു സക്കിയെ. ഏതാണ് ആ ഒരു അമൽ എന്നറിയുമോ? ജനങ്ങൾ വർഷക്കാലത്ത് മഴക്കാലത്ത് നടന്നു പോവാൻ പ്രയാസപ്പെട്ട ഒരു നടപ്പാത കൈക്കോട്ട് കൊണ്ടുവന്ന് അങ്ങ് വൃത്തിയാക്കിയത് ജനങ്ങളെ സന്തോഷിപ്പിച്ചതിന്റെ പേരിൽ അങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോ അങ്ങയെ കുറിച്ച് ജനങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. കഴിഞ്ഞ വർഷം മഴക്കാലത്ത് വഴി നന്നാക്കിയ ആളാ മൻസൂർ ഇബ്നു സക്കി എന്ന് പറഞ്ഞ ആ ഒറ്റ വർത്തമാനത്തിന്റെ പേരിലാ 30 ഹജ്ജും സ്വീകരിച്ചത്, 60 വർഷം നോമ്പ് സ്വീകരിച്ചത്, 60 വർഷം ഹയാത്താക്കിയ രാവുകളെ സ്വീകരിച്ചത്, 40,000 ദീനാർ സദഖ ചെയ്തത് സ്വീകരിച്ചത്, 40 ജിഹാദ് അല്ലാഹു സ്വീകരിച്ചതെന്ന് മഹാനായ മൻസൂർ ഇബ്നു സക്കിയിനോട് അല്ലാഹു പറഞ്ഞത് സ്വപ്നത്തിലൂടെ മഹാനവറുകൾ മകനോട് പറയാ. അതുകൊണ്ട് നമ്മൾ മരിച്ചാൽ 4 ആള് നല്ലത് പറയാനുള്ളത് ചെയ്യുകയും നല്ലത് പറയാൻ വേണ്ടി അല്ലാഹുവോട്, ആളുകൾ നല്ലത് പറയാൻ വേണ്ടി അല്ലാഹുവോട് ദ്വാരക്കുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. പടച്ചോനെ, മജ്ലിസിൽ പങ്കെടുത്തവർക്ക് ഖൈർ നൽകുക അല്ലാ, ആഫിയത്ത് നൽകുക അല്ലാ, ദീർഘായുസ്സ് നൽകണേ അല്ലാ. എപ്പോ മരിച്ചാലും റബ്ബേ, ലിസാനു സിദ്ഖിന്റെ തൗഫീഖ് കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മരണപ്പെട്ടവർക്ക് സ്വർഗം കൊടുക്കുക അല്ലാ, സന്തോഷം നൽകുക അല്ലാ. അവരുടെ ഗുരുത്വപൊരുത്തം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, മാനസികമായ പ്രയാസങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഭേദമാകണം. ഒരു സഹോദരി അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ സഫലമാവണം. പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞ് പള്ളിക്ക് സംഭാവന ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. ശാരീരിക, മാനസിക, സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. അവരുടെ ഹലാലായ മുറാദുകൾ ഹസ്സനാക്കണേ അല്ലാ. അല്ലാഹുവേ, മകളുടെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ദുആരക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, സ്നേഹിതൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഖൈറായ ബന്ധങ്ങളിൽ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ, വസ്തുക്കൾ വിറ്റുപോവാൻ, കടബാധ്യതകൾ തീരാൻ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ഖൈറായ നിലയിൽ വിൽപ്പനകൾ നടക്കാനും അതിലേറെ ഖൈറിൽ റബ്ബേ ആവശ്യങ്ങൾ നിറവേറാനും ഭാഗ്യം നൽകുക അല്ലാ. വിറ്റതിനേക്കാൾ ഖൈറായ മറ്റൊന്ന് വാങ്ങാൻ ഭാഗ്യം നൽകുക അല്ലാ. അല്ലാഹുവേ, ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് നല്ലത് വരുത്തണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ്സ് നൽകുക അല്ലാ. അല്ലാഹുവേ റബ്ബേ, നീ തന്നതിൽ ബർക്കത്ത് നൽകുക അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ ഹലാലായ മുറാദ് ഹസനാക്കുക അല്ലാ. ഈ സദസ്സിൽ ആമീൻ പറയുന്നവർക്ക് ഖൈർ നൽകുക അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. നമ്മുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. നമ്മളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്ന വീട്ടിൽ ഖൈർ നൽകുക അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. കടബാധ്യതകൾ വീട്ടണേ അല്ലാ. ജോലി തേടുന്നവർക്ക് ഖൈറായ ജോലി എത്തിക്കണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ലാ. ലോണിലും പലിശക്കെണിയിലും കുടുങ്ങിയവരെ കരകയറ്റണേ അല്ലാ.
ആയുസ്സിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങൾക്ക് നസീബാക്കുക അല്ലാഹ്. നമ്മുടെ മരണപ്പെട്ടവർ ചെയ്തു പോയ ഹജ്ജുകളെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ സൽക്കർമ്മങ്ങൾക്ക് നീ ഇരട്ടി പ്രതിഫലം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ആയുസ്സിൽ ഒരുപാട് നന്മ ചെയ്യാൻ, നിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ, സന്തോഷത്തോടുകൂടെ ആഫിയത്തോടെ കുടുംബത്തോടെ കഴിയാൻ ഭാഗ്യം നൽകുക അല്ലാഹ്. നമ്മുടെ പഠിക്കുന്ന മക്കൾക്ക് നീ നല്ല ഭാവി നൽകണേ അല്ലാഹ്. പരീക്ഷകൾ അഭിമുഖീകരിക്കുന്ന മക്കൾക്ക് ഖൈറ് നൽകുക അല്ലാഹ്. ഉന്നത വിജയം നൽകുക അല്ലാഹ്. പഠിച്ചതുകൊണ്ട് പ്രയോജനം നൽകണേ അല്ലാഹ്. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.